അട്ടമല ഹാരിസ് എസ്റ്റേറ്റിന്റെ ഭാഗത്ത് ജനറൽ മാനേജറുടെ ബംഗ്ലാവിന്റെ അടിഭാഗത്ത് മൃതദേഹങ്ങൾ കിടക്കുന്നു എന്നാണ്. നൂറുദ്ദീൻ, ഞങ്ങൾ അങ്ങേ വിളിക്കും, കാരണം ചില വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ചില ആളുകളുടെ വിവരം ചോദിച്ച് വിളിക്കുന്നുണ്ട്. ആ വിവരം ഞങ്ങൾ അങ്ങയിൽ നിന്നായിരിക്കും എടുക്കുക. താങ്ക് യു നൂറുദ്ദീൻ. അവിടുത്തെ വാർഡ് മെമ്പർ കൂടിയാണ്. ഇപ്പോൾ അട്ടമലയിൽ ഈ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഉരുൾപൊട്ടൽ നടന്ന പ്രദേശം എന്ന് പറയുന്നത് പുഞ്ചിരിമട്ടത്താണ്. അത് മണ്ടക്കേ ഭാഗത്താണെങ്കിലും ഇത് അതിൻ്റെ വലിയ വ്യാപ്തിയിൽ ഇവിടെയും ഉരുൾപൊട്ടൽ ഇവിടേക്കും എത്തിയിരുന്നു. ആ ഭാഗത്തേക്കാണ് റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം കൂടി എത്തുന്നത്. അട്ടമല ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ മറുഭാഗത്ത് ഈ എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത്, അട്ടമലയിലെ ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള കൂടുതൽ ആളുകളുടെ മൃതശരീരങ്ങൾ കൂടിക്കിടക്കുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട്. പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കുകയും ചെയ്യാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ അട്ടമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെയും വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടിയിരിക്കുന്നു. റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം സുജയ പാർവതിയും സംഘവും അവിടേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടത്. ഈ മലകളുടെ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടി ഒരുമിച്ച് വന്ന് ഈ പുഴയിലേക്ക് എത്തുകയും കള്ളാടിപ്പുഴ രൗദ്രഭാവം കൊണ്ട് ഒരു ഗ്രാമത്തെ മുഴുവൻ തച്ചുടയ്ക്കുകയുമാണ്. തുടച്ചു നീക്കി എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം, നാമാവശേഷമായി എന്ന് നമുക്ക് പറയാം. അതാണ് ആ ഗ്രാമത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴുള്ള ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഈ സുദേവൻ്റെ വീട്ടിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ്. രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് നമുക്കറിയില്ലെങ്കിലും അവരെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മുബഷിർ പി അക്ബറുണ്ട്. മുബഷിർ പി അക്ബർ, ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കോൺക്രീറ്റ് പാളി മുഴുവൻ മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങൾ അട്ടമല ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ദുരന്ത മേഖലയിൽ റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം എത്തിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഒരു ഭാഗം ചെങ്കുത്തായ മലനിരകളാണ്, ഹാരിസൺസ് മലയാളം ലിമിറ്റഡിൻ്റെ എസ്റ്റേറ്റിലെ FO അടക്കം താമസിച്ചിരുന്ന വീട് ഈ മണ്ണിനടിയിലായിട്ടുണ്ട്. അവരെ ഒന്നും രക്ഷിക്കാനേ പറ്റിയിട്ടില്ല. ആ വീട് മുഴുവൻ ഈ മണ്ണിനടിയിൽ പുതഞ്ഞു പോയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ മറ്റ് വീടുകളും ഉണ്ടായിരുന്നു. നദി ഒഴുകി വന്നതിൻ്റെ മറുഭാഗത്തെയാണ് കൂടുതലും രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ കാഴ്ചകൾ നമ്മൾ കണ്ടത്. ഇവിടെ ഒരുപക്ഷെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ആളുകളുടെ മൃതദേഹങ്ങളുണ്ടോ, കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് നമുക്കിനി പറയേണ്ടതില്ല എന്നുള്ളത്. കാരണം മുഴുവൻ ചെളി മൂടി കിടക്കുകയാണ്. ഇതിനടിയിൽ മനുഷ്യരുണ്ടോ എന്നറിയുന്നതിന് ഇനിയിപ്പോൾ കടാവർ നായകളെയൊക്കെ കൊണ്ടുവന്ന് പരിശോധിക്കേണ്ട ഭാഗം മുണ്ടക്കയിലെ ഈ ഭാഗമാണ്. ഇവിടെ ചവിട്ടുമ്പോൾ മുഴുവൻ പുതഞ്ഞു പോവുകയാണ്. നമ്മളും പരിശ്രമിച്ചാണ് മറുഭാഗത്തേക്ക്, അതായത് മല വന്നിടിച്ച ഭാഗത്തേക്ക് പോകാനാണ് നമ്മളും ശ്രമിക്കുന്നത്. ഈ ഭാഗത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് അപകടത്തിൻ്റെ മറുഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഈ മണ്ണിനടിയിൽ മനുഷ്യരുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ നടത്തണം. ഇവിടെ വീടുകളുണ്ടായിരുന്നു. ഇവിടെ രക്ഷാപ്രവർത്തകരൊന്നും ഇപ്പോഴില്ല. ഇവിടെ നായകളെയൊക്കെ കൊണ്ടുവന്ന് മണം പിടിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാലേ മൃതദേഹങ്ങൾ പെട്ടിട്ടുണ്ടോ എന്നത് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇതിൻ്റെ മുഴുവൻ ഒരു സാഹചര്യം മാറിക്കഴിഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. നമുക്ക് അവിടേക്ക് പോകാം. അട്ടമല ഭാഗത്ത് ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ മറുഭാഗത്ത് മാനേജറുടെ ബംഗ്ലാവിന് താഴ്ഭാഗത്ത് മൃതദേഹങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തത്. അട്ടമല ഭാഗത്തേക്കാണ് റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി നമുക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് കൂടി ഒന്ന് പോകാം. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സുദേവൻ്റെ വീട്ടിൽ നിന്നും മൃതദേഹം ആണോ അതല്ല കുടുങ്ങിക്കിടക്കുന്നവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്താണെന്ന് നമുക്കറിയില്ല, നിശ്ചയമില്ല. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അട്ടമല ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം സുജയ പാർവതിയും വീഡിയോ ജേർണലിസ്റ്റും ഞങ്ങളുടെ വാർത്താസംഘത്തിൽപ്പെട്ടവരും ഇപ്പോൾ ആ മറുഭാഗത്തേക്ക് പോവുകയാണ്. ഈ വലിയ ദുരന്തമായി ഭവിച്ചിരുന്നതാണ് ഈ മല വന്ന് അവിടെ വീഴുകയും വലിയ പാറക്കഷ്ണങ്ങൾ വന്ന് അടിക്കുകയും ചെയ്തിരുന്നു. ആ പാറക്കഷ്ണങ്ങൾ അതിൻ്റെ മറുഭാഗത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ആ കുന്നിലേക്കും ഇപ്പോൾ രക്ഷാപ്രവർത്തകർ കയറി ഇറങ്ങി വരുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും പെട്ടുപോയവരുണ്ടെങ്കിൽ അവർക്കായുള്ള എയർ ലിഫ്റ്റിങ്ങിനായാണ് ഹെലികോപ്റ്ററും ഇപ്പോൾ ഈ മേഖലയിലൂടെ പോകുന്നത്. വളരെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. എയർ ലിഫ്റ്റിങ്ങിനായുള്ള ഹെലികോപ്റ്ററാണ് ഇപ്പോൾ എനിക്ക് മുകളിലൂടെ മറുഭാഗത്തേക്ക്, ആ കുന്നിൻ്റെ മറുഭാഗത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എയർ ലിഫ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ പോകുന്നത്. അട്ടമല ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ഭാഗത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി എയർ ലിഫ്റ്റിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്.